നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാളി കേസിലാണ് റിമാൻഡ് ചെയ്തത്. ഈ മാസം 23 വരെയാണ് റിമാൻഡ് കാലാവധി. തന്ത്രിയെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റി. രാജീവർക്ക് ഗുരുതര പരാമർശങ്ങളുമായി നൽകിയ അറസ്റ്റ് നോട്ടീസിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു. താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത്. ദേവഹിതം തേടിയില്ല. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തടഞ്ഞില്ല. പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി. ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കട്ടിളപ്പാളി കൊണ്ടുപോകാനും ഒത്താശ ചെയ്തുവെന്നും അറസ്റ്റ് നോട്ടീസിൽ പറയുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തത് ഏറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർമാരിലേക്ക് വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നും കണ്ടെത്തലുണ്ട്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താൻ നിരപരാധിയെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് തന്ത്രിയുടെ പ്രതികരണം. താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി. ആരെങ്കിലും കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാതെ തന്ത്രി കാറിലേക്ക് കയറുകയായിരുന്നു. താങ്കളെ കുടുക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് പറയാനുള്ളത് പറയൂ, പറയാനുള്ളത് പറയൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ അറസ്റ്റുകൾ തെളിവ് പരിശോധിച്ച ശേഷമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. SIT അന്വേഷണത്തിൽ കോടതി തൃപ്തരാണ്. അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദങ്ങളില്ലെന്നും DGP പറഞ്ഞു. SIT നോക്കുന്നതാണ്. SIT is being monitored. Investigation is being monitored by the High Court. SIT is looking into the matter. Whatever evidence that come, they will go ahead like that. അതിന് SIT ഔട്ട്സൈഡ് ഹിയർ ഐ കുഡ് നോട്ട് ഗോ ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ് ആയിട്ട് SITയുടെ യാതൊരു റിസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. SIT is functioning under the supervision of the Honorable High Court of Kerala. Actually, he came from outside and he was arrested here because the LOC against him. Yes. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് മന്ത്രി VN വാസവൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേക അഭിപ്രായമില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ. അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യവും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുതിയ അറസ്റ്റിൽ പ്രതികരണത്തിനില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. വിവാദങ്ങൾ ഉണ്ടായെങ്കിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രി അദ്ദേഹമല്ല, പ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി, മോഹനന്റെ മകൻ. അവനവന് അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാനുള്ളൂ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് മുഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആൾ കൂടിയത്. എന്റെ വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റി കേസിനെ പറ്റിയൊന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. സ്വർണ്ണക്കൊള്ളയിലെ പ്രചരണം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാകും. കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല. SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ ഉണ്ടായ ഈ പ്രശ്നം ഈ ശബരിമലയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ കള്ളപ്രചാരവേലകൾ നടന്നിട്ടുണ്ട്. ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെയുണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ.
ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിൽ പ്രതികരിച്ച KPCC നേതൃത്വം ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മുൻ മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ എന്തായി? കടകംപള്ളിയുടെ അഭിമുഖമാണോ എടുത്തത്? ഇനിയും ഉന്നതർ ഉണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രിയല്ല ഉത്തരവാദികൾ. തന്ത്രിയെയും നിയന്ത്രിക്കേണ്ട മന്ത്രിയുണ്ടല്ലോ. മന്ത്രി നിയോഗിച്ച ദേവസ്വം ബോർഡുണ്ടല്ലോ. ഇത്രയും വലിയ ഒരു ക്രൈമിൽ, ഇത്രയും വലിയ ഗുരുതരമായ ഒരു മോഷണ കേസിൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും എല്ലാം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ അതെല്ലാം FIRലുള്ള അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കേസിൽ അന്നത്തെ കാലത്തെ മന്ത്രിയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത് വെറുതെ അഭിമുഖം രേഖപ്പെടുത്താനല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടേണ്ടതുണ്ടെന്നും അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. TP രാമകൃഷ്ണൻ ഏതു ലോകത്താണ് ജീവിക്കുന്നത്? 3 നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന് CPM പറയുന്നതെന്നും ചെന്നിത്തല പരിഹസിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട അയ്യപ്പന്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർന്നവരാരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. തന്ത്രിയുടെ അറസ്റ്റിനോടുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്നും CPM നേതാക്കളുടെ പങ്ക് SITക്ക് അന്വേഷിക്കാൻ കഴിയുന്നില്ലെന്നും കുമ്മനം വിമർശിച്ചു. കേസിൽ CBI അന്വേഷണം വരണമെന്നും മന്ത്രിയായാലും തന്ത്രിയായാലും അന്വേഷണം ശരിയായ രീതിയിൽ പോകണമെന്നും കുമ്മനം പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്. CPMന്റെ പല നേതാക്കന്മാരും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിയുന്നില്ല? ഈ വക മർമ്മപ്രധാനങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതേവരെ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് SITയുടെ അന്വേഷണം കുറച്ചുകൂടി വ്യാപകവും ശക്തവുമാകണം എന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്, ED, അതുപോലെ CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊണ്ടുവരുന്നതിന് എതിർക്കുന്നത് എന്തിനാണ്? സർക്കാരിന് ഇഷ്ടമല്ല, അതുപോലെ SITക്ക് ഇഷ്ടമല്ല, ദേവസ്വം ബോർഡിനും ഇഷ്ടമല്ല. എന്തുകൊണ്ട് അവരൊക്കെ അനിഷ്ടം കാട്ടുന്നു? അതിലും ദുരൂഹതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത ED ECIR രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കേസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.